الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കുവാനും ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പടച്ചറബിന്റെ മാർഗദർശനങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി തഖ്വയോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം പടച്ചറബിന്റെ മാർഗദർശനം നമ്മളൊക്കെ ഏതൊക്കെ മാർഗത്തിലാണോ ഏതൊക്കെ മേഖലയിലാണോ പഠിക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത്, ആ മേഖലയിലെല്ലാം സമാധാനപരമായ ജീവിതമായിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണോ അള്ളാഹുവിന്റെ മാർഗദർശനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, ദേഹേച്ഛയുടെ പിന്നാലെ, ഭൗതികവാദത്തിന്റെ പിന്നാലെ, അല്ലെങ്കിൽ ഈ ദുനിയാവിൽ പരലോക രക്ഷ ആഗ്രഹിക്കാത്ത ആളുകൾ ജീവിക്കുന്നതിന്റെ പിന്നാലെ, ഏതൊരു മേഖലയിലാണോ ഏതൊരു പ്രവർത്തനത്തിലാണോ ദീന് വിട്ട് നമ്മൾ സഞ്ചരിക്കുന്നത്, അവിടെയെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും സമാധാനമില്ലായ്മയായിരിക്കും ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും ബോധ്യപ്പെടുത്തുകയാണ്. ആരെങ്കിലും പടച്ചറബിന്റെ മാർഗദർശനം പിൻപറ്റിയാണ് ജീവിക്കുന്നതെങ്കിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ് അവരെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത്. അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല എന്നതാണ്.
എന്നാൽ അള്ളാഹുവിന്റെ മാർഗദർശനത്തിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, അവർക്ക് കുടുസായ ജീവിതമായിരിക്കും നാം നൽകുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായ മാർഗദർശനം പഠിപ്പിച്ചിട്ടാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായ ബോധ്യപ്പെടുത്തിയിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അതേതൊരു മേഖല പരിശോധിച്ച് നോക്കിയാലും നമുക്കൊരിക്കലും ഒരു ഇരുട്ടിൽ തപ്പേണ്ട ഒരവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ, ജനനം മുതൽ മരണം വരെ, അല്ല അതിനേക്കാൾ അപ്പുറത്ത് ഏതൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കടന്നു പോവേണ്ട എല്ലാ മേഖലയിലും തൊടാതെ അത് കൃത്യമായി പഠിപ്പിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിടവാങ്ങിയിട്ടില്ല. പക്ഷെ ആ മേഖലയെല്ലാം പഠിക്കാനും നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളെ കൃത്യമാണ് എന്ന് ബോധ്യപ്പെടാനും അത് നേരെയാണ് എന്ന് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ കുടുംബം വലിയ തകർച്ചയിലാണ്. ഓരോ ദിവസവും കുടുംബം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ മുതിർന്ന ആളുകളൊക്കെ ജീവിച്ച ആ ദാമ്പത്യ ജീവിതവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വലിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തകരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിസന്ധിയിലാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ഏതൊരു കാര്യത്തിൽ കൃത്യമായ മാർഗദർശനം നൽകിയപ്പോൾ ആ മാർഗദർശനത്തെ കൃത്യമായി ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്കറിയാം അത് ശരിയാണ് എന്ന്, നമുക്കറിയാം അത് സത്യമാണ് എന്ന് നമുക്കറിയാം, അതാണ് യാഥാർത്ഥ്യം എന്നറിയാം. പക്ഷേ അത്തരമൊരു സാഹചര്യം എത്തുമ്പോൾ, അത് നമ്മുടെ മുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിനെ മാറ്റിയിട്ട് പൈശാചികമായ ചില ദുർബോധനത്തിന്റെ ഭാഗമായി ഭൗതികതയുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് ആ ഒരു സമയം മാത്രമല്ല നമുക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്, തലമുറകളോളം പ്രതിസന്ധിയിലേക്ക് അകപ്പെടുന്ന വലിയ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ ബീവിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തഖയ്യറൂ ലിനുത്ഫികും വഅൻകിഹുൽ അക്മാഅ വഅൻകിഹു ഇലൈഹി, നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം അടിസ്ഥാനപരമായി നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ട, സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ ബീജത്തിന് നല്ല ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് പരിഹസിക്കുന്നവരുണ്ട്, ഈ ഹദീസിനെ വിമർശിക്കുന്നവരുണ്ട്. അഥവാ ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ബീജത്തിൽ നിങ്ങൾ നല്ലൊരു സ്ഥലം, നല്ലൊരു തെരഞ്ഞെടുക്കണമെന്നൊക്കെ പറയുമ്പം അതിനൊക്കെ സ്ത്രീകളെ വെച്ചുകൊണ്ട് വളരെ മോശമായി ചിത്രീകരിച്ച്, ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മളും ചിന്തിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന്. സഹോദരങ്ങളെ, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കൃഷിക്കാരന്റെ വിളവെടുപ്പിന് വേണ്ടി നല്ല മണ്ണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മോശമാണോ? അതൊരു അപക്വമായ നിലപാടാണോ? അതൊരു പരിഹസിക്കേണ്ട കാര്യമാണോ? ആ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല മണ്ണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് എത്ര വലിയ ബുദ്ധിപരമായ തെരഞ്ഞെടുപ്പാണ്, എത്ര വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം അങ്ങനെയുള്ള നല്ല വളക്കൂറുള്ള മണ്ണ് സെലക്ട് ചെയ്താൽ മാത്രമേ ആ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭം കൊയ്യാൻ പറ്റുകയുള്ളൂ, അതിലൂടെ മാത്രമേ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അറിയണം, വ്യക്തിജീവിതവും കുടുംബജീവിതവും തലമുറകളോളം വളർന്നു പോകുന്ന മനോഹരമായ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇണയെ സെലക്ട് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്.
ആ ഇണയെ സെലക്ട് ചെയ്യുന്നതിലൂടെ നല്ല മക്കളുണ്ടാവണം, നല്ല തലമുറയുണ്ടാവണം, നല്ല സമൂഹം ഉണ്ടാവണം എന്നതിന് ഏറ്റവും നല്ല തെരഞ്ഞെടുക്കണമെന്ന് പ്രവാചകന്റെ മനോഹരമായ ഉപദേശം അത് വിമർശിക്കപ്പെടേണ്ടതാണോ? അതിനെ പരിഹസിക്കപ്പെടേണ്ടതാണോ? അത് എത്ര വലിയ ഗൗരവമേറിയ ഉപദേശമാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ സെലക്ട് ചെയ്യുന്ന വിഷയത്തിലെങ്ങാനും നമുക്ക് അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മാത്രമല്ല, വിശാലമായി കിടക്കുന്ന തലമുറകളോളം വലിയ അവസ്ഥയിലേക്ക്, ദുരന്തത്തിലേക്ക്, അപകടത്തിലേക്ക് പോകുമെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, എത്രയോ പ്രാവശ്യം കേട്ട ഹദീസ. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടാറുള്ളത്. ഒന്ന്, ലിമാലിഹ, അവളുടെ സമ്പത്ത് കണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്. വലിഹസബിഹ, അവളുടെ തറവാടിത്തം നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. വലി ദീനിഹ, അവളുടെ ദീന് നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് അവസാനിപ്പിച്ചില്ല, ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബതി യദാക് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിങ്ങൾ ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും നിങ്ങൾ ശ്രേഷ്ഠമായിട്ട് കാണേണ്ടത് ദീനിനെ. ഫൽഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ ദീനിനെ പ്രാധാന്യം കാണണം, അതിന് ശ്രേഷ്ഠത കാണണം, അതിനാണ് നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തരിബതി യദാക്, നിങ്ങളുടെ കൈകളിൽ മണ്ണ് പുലരേണ്ടി വന്നാലും എന്ന ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാണ്, എന്തുകൊണ്ടാണ് തരിബതി യദാക് എന്ന് പറയാനുണ്ടാകുന്ന കാരണം, ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തതിന്റെ കാരണത്താൽ ദാരിദ്ര്യത്തിൽ അകപ്പെടേണ്ടി വന്നാലും, അങ്ങേയറ്റം പ്രതിസന്ധിയിലും പ്രയാസത്തിൽ അകപ്പെടേണ്ടി വന്നാലും, അതാണ് മറ്റു കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ചില പണ്ഡിതന്മാർ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിച്ചു, നിങ്ങളെങ്ങാനും ദീനിനെ സെലക്ട് ചെയ്യാതെ സൗന്ദര്യത്തിനും സമ്പത്തിനും തറവാടിത്തത്തിനുമാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാത്രമല്ല നിങ്ങളിലൂടെ ഉണ്ടാകുന്ന എല്ലാ ആളുകളിലും അഥവാ അഴുക്ക് ഉണ്ടാകുമാറ്, ചളി പറ്റുമാറ് വൃത്തികെട്ടൊരു ജീവിതത്തിലേക്കായിരിക്കും അതിലൂടെ മുന്നോട്ട് പോവുക എന്നും തരിബതി യദാക് എന്ന വാക്കുപയോഗിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, സമ്പത്ത് മാത്രം നോക്കി വിവാഹം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിക്കുക എന്താണെന്ന് അറിയുമോ? നിങ്ങൾ വിവാഹം കഴിച്ചൊരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരി, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ സമ്പത്ത് നോക്കി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകും. അവൾക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കും, അവൾക്ക് വലിയ തൃപ്തി ഉണ്ടാവൂല. കാരണം അതിനേക്കാൾ ഉഷാറായി ജീവിച്ചത് വസ്ത്രത്തിന്റെ പേരിലും വാഹനത്തിന്റെ പേരിലും പിന്നെ വീടിന്റെ പേരിലും ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും അവളെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോകും. എപ്പോൾ സമ്പത്ത് മാത്രം നോക്കിയിട്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ, അതേസമയത്ത് സമ്പത്തിന്റെ കൂടെ ദീനുണ്ടോ എങ്കിൽ, ദീനുള്ളതാണ് എങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാനും ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ദീനിനെ നിങ്ങൾ പ്രാമുഖ്യം കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുണ്ടാകുന്ന കാരണം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അസ്മാ എന്ന് പറയുന്നത്. ആയിഷ ബീവിയുടെ സഹോദരിയാണ്. അസ്മാഇനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആരെയാണെന്ന് അറിയുമോ? സുബൈർ ഇബ്നു അവ്വാം എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയ, മഹാനായ സ്വഹാബിയ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയെ സെലക്ട് ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം തന്റെ മകളെ ചേർത്ത് വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോളെ അസ്മാ,
എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? എന്താണ് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ? വലിയ സമ്പത്തിന്റെ ഉടമയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അസ്മാഇനെ വിവാഹം കഴിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ആ നാട്ടിലുണ്ട്. എന്നിട്ടും സുബൈർ ഇബ്നു അവ്വാമിനെ സെലക്ട് ചെയ്ത് എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിക്കുന്ന സമയത്ത് അസ്മാ പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, നമ്മുടെ മകൾക്ക് വേണ്ടി ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിച്ചത്? അവന്റെ ബിസിനസ് ആയിരുന്നോ? അവന്റെ തറവാടിത്തമായിരുന്നോ? അവന്റെ സൗന്ദര്യമായിരുന്നോ? ഈ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. നിങ്ങളുടെ മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ ദീന് നോക്കാതെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ ആ പെൺകുട്ടി കരയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ വെച്ച് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. അവരുടെ ജീവിതത്തിന്റെ സമാധാനം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്, ദീനിന്റെ വിഷയമല്ല, ദാരിദ്ര്യത്തിലാണ്, വല്ലാത്ത പട്ടിണിയിലാണ്, അങ്ങേയറ്റം പട്ടിണിയിലാണ് എന്നാണ് അസ്മാ വിശദീകരിച്ചു കൊടുക്കുന്നു. എല്ലാവരും തിന്ന് ഒഴിവാക്കുന്ന ഈത്തപ്പനയുടെ ഈത്തപ്പഴത്തിന്റെ കുരു ഉണ്ടല്ലോ, ആ ഈത്തപ്പഴത്തിന്റെ കുരു നമ്മൾ നമ്മളത് പിന്നെ അതെടുത്തു കൊണ്ടുവന്ന് അത് പൊടിച്ച് അതിനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറുള്ളത് എന്ന അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ അവസ്ഥ അസ്മാ റളിയല്ലാഹു അൻഹ പൊന്നുപ്പച്ചിയോട് പറഞ്ഞപ്പോൾ, ഉപ്പയോട് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. അങ്ങനെയാണോ നിന്നെ നോക്കുന്നത്? സുബൈർ നിന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സുബൈർ നിന്നെ നോക്കാറില്ല അല്ലേ? നിന്നെ വിഷമിപ്പിക്കുകയാണല്ലേ? നിന്നെ പട്ടിണി കിടത്തുകയാണല്ലേ? നീ ആ വീട്ടിലേക്ക് പോവരുത്, നീ ആ വീട്ടിലേക്ക് പോവേണ്ടവരല്ല, നീ ഇവിടെ മനോഹരമായി ജീവിച്ച മകളാണ് എന്നതല്ല അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവ്, നമുക്കൊക്കെ മാതൃകയുള്ള ആ സ്വഹാബിയായ ഉപ്പ പറഞ്ഞത്, മോളെ നല്ലവനാണവൻ, ദീനറിയുന്നവനാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയപ്പെട്ട സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ്. മോളെ, നീ ഈ ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വന്നാലും, നീ ഈ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും, നീ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നാലും, ഏതോ ഒരു സെക്കൻഡിൽ അവസാനിക്കുന്ന ഈ ദുനിയാവിനപ്പുറത്തുള്ള ജീവിതത്തിൽ നിനക്ക് വലിയ സന്തോഷം നൽകുന്ന, നിനക്കതിനു വേണ്ടി മാതൃക കാണിക്കുന്ന, നിനക്കതിനു വേണ്ടി വഴികാട്ടിയാക്കി കാണിച്ചു തരുന്ന നല്ലൊരു ഭർത്താവിനെയാണ് മോളെ നിനക്ക് ഞാൻ സെലക്ട് ചെയ്തത്. ക്ഷമിക്കണേ മോളെ എന്ന് തന്റെ മകളെ ചേർത്ത് വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞ മനോഹരമായ ചരിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തി നമ്മൾ ചിന്തിച്ചു നോക്കണം. അതാകുന്നു യഥാർത്ഥം. സമ്പത്ത് നോക്കിയിട്ടല്ല വിവാഹം കഴിക്കേണ്ടത്. സമ്പത്തുണ്ടെങ്കിലും ദീനുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വിവാഹം കഴിക്കുന്നവരോട്, വിവാഹം കഴിപ്പിക്കുന്നവരോട്, വിവാഹം കഴിച്ചവരോടൊക്കെയും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് എന്ന് ഇതിൽ നിന്ന് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. രണ്ടാമത്തത് സൗന്ദര്യമാണ്. സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ സൗന്ദര്യം മാത്രം നോക്കി നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസ് നമുക്ക് നൽകുകയാണ്. സഹോദരങ്ങളെ, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഏത് സമയത്തും നശിക്കാനും ഏത് സമയത്തും നഷ്ടപ്പെടാനും കാരണമായി തീരുക തന്നെ ചെയ്യും. തന്റെ മകൾക്ക് വേണ്ടി നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സൗന്ദര്യം ചിലപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്തുണ്ടാവാം. വിവാഹം കഴിഞ്ഞ ഉടനെ എങ്ങാനും എന്തെങ്കിലും ഒരു രോഗം വന്ന ആ സൗന്ദര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ? നേരെ തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും അവസ്ഥ? അതേ സമയത്ത് സൗന്ദര്യത്തിന്റെ കൂടെ ദീനെന്ന് പറയുന്ന മനോഹരമായ ആ ഒരു മരുന്ന് നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ, നമ്മൾ വിവാഹം കഴിപ്പിച്ച നമ്മുടെ മകളുടെ കൂടെയുണ്ട് എങ്കിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ട് എങ്കിൽ അവിടെയും പരിഹരിക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായ മരുന്നാണ്. അതുകൊണ്ടാണ് ആദ്യ രാത്രിയിൽ ഒരു പെൺകുട്ടി ആദ്യ രാത്രിയിൽ കിടപ്പറയിൽ അവിടെ വെച്ചുകൊണ്ട് അവസ്മാരകമിളകുകയാണ്, വല്ലാത്ത പ്രയാസം അനുഭവിക്കുകയാണ്. തൊട്ടടുത്ത ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയൊക്കെ അവിടെ ആ വീട്ടിലുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഈ പെൺകുട്ടിയാകെ നുരയും പതയുമായി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് പോയപ്പോൾ ഭർത്താവ് ചെയ്തു വെച്ച പണി എന്താണെന്നറിയുമോ? ആദ്യ രാത്രിയിൽ ആ പെൺകുട്ടിയുടെ കൂടെ കിടക്കുന്ന സമയത്ത് കാണേണ്ടി വന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ
ആ ഭർത്താവ് ചെയ്തതെന്താണെന്ന് അറിയുമോ? ഖുർആൻ കുറച്ച് ശബ്ദത്തിൽ ഓണാക്കി വെച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയെ തന്റെ ഭാര്യയെ ചേർത്ത് വെച്ചു. ഒന്നും ആരെയും അറിയിക്കാതെ കിടത്തിയുറക്കി. പിന്നെ ആ സമയത്ത് തന്നെ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. പിറ്റേ ദിവസം ബോധം വന്നപ്പോൾ ആ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ എന്റെ ഉപ്പച്ചിയോട് പറഞ്ഞതാണ്, എന്റെ ഉമ്മയോട് പറഞ്ഞതാണ്. ചെറിയ പ്രായത്തിൽ എനിക്ക് ഈ രോഗമുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ രോഗം ഇടക്കിടക്ക് വരാറുണ്ട്. പിന്നീട് എനിക്ക് വന്നിട്ടേ ഇല്ല. ഈ സമയത്ത് വിവാഹം അന്വേഷിക്കുന്ന സമയത്തും ഞാൻ നിങ്ങളോട് പറയണമെന്ന്, എന്റെ ഈ ഒരു അവസ്ഥ പറയണമെന്ന് എന്റെ ഉപ്പയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുറെ കാലായില്ലേ, അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടതില്ല, അതൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്റെ ഉപ്പ നിങ്ങളോട് പറയാതിരുന്നത്. നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാവരുത്, എന്നെ കൊണ്ടുപോയി വീട്ടിലാക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ ചേർത്ത് വെച്ചിട്ട് ഭർത്താവ് പറഞ്ഞ മനോഹരമായ മറുപടിയും ദീനിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. അവളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്, അല്ലയോ പെണ്ണേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ച രോഗമാണ്. ഒരു കറുത്ത പെണ്ണ് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് അപസ്മാരകമുണ്ട്, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂല് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗം മാറും, നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്നാണ്. ആ പെണ്ണ് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് സ്വർഗം മതി, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. പക്ഷേ ഞാൻ വീഴുന്ന സമയത്ത് എന്റെ ഔറത്ത് ഇങ്ങനെ വെളിവാകാറുണ്ട്, അതൊന്നില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. സഹോദരങ്ങളെ, ഈ ഭർത്താവ് ഈ സംഭവം പറഞ്ഞിട്ട് ഭാര്യയോട് പറയാണ്, നീ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടതില്ല, നിന്നെ ചേർത്ത് വെച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുള്ള രോഗമാണ് എന്ന് മനോഹരമായിട്ട് ആ ഭാര്യയെ ചേർത്ത് വെക്കാനുണ്ടായ കാരണം ദീനാണ്. എന്നാൽ ആലോചിച്ചു നോക്കിയേ, നമ്മുടെ മകനാണ്, നമ്മുടെ ഭാര്യയാണ് ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ എന്തൊക്കെ കോലാഹലായിരിക്കും. ഇത് ഞങ്ങൾ അറിയിച്ചിട്ടില്ല, അറിയിക്കാതെയാണ് വിവാഹം കഴിച്ചത്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന അവസ്ഥ 100ൽ 95% മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കുമെങ്കിൽ അവിടെയും ദീന് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ, കാരണം ആ പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചത് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന 50,000 വർഷങ്ങൾക്ക് മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ ഭാര്യയാണ് എന്ന് അല്ലാഹു സെലക്ട് ചെയ്ത് തീരുമാനിച്ചത് കൊണ്ടാണ് ആ കിടപ്പറയിലേക്ക് ആ പെൺകുട്ടി വന്നത്. അവിടെ ദീനുള്ളത് കൊണ്ട് ആ സൗന്ദര്യത്തിന് പ്രശ്നം വന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തറവാടിത്തം മാത്രം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. എത്രയെത്ര തറവാടിത്തമാണ്, ചെറിയ നിസ്സാരമായ വിഷയങ്ങൾ കൊണ്ട് മാത്രം ആ തറവാട് തകർച്ചയിലേക്ക് പോയിട്ടുള്ളത്. തകർന്ന് തരിപ്പണമായി ഞാൻ ഇന്ന കുടുംബത്തിലാണെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥകൾ ചിലപ്പോൾ വന്നേക്കാം. തറവാടിത്തത്തിന്റെ പോരിശയും അതിന്റെ പ്രൗഢിയുമൊക്കെ ഏത് സന്ദർഭത്തിലും നശിക്കാനുള്ളതാണ് എന്ന കൃത്യമായൊരു ബോധമുണ്ടാവണം. തറവാടിത്തമുണ്ട് എങ്കിലും അതിന്റെ കൂടെ ദീനുണ്ടോ? ദീനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ്. സഹോദരങ്ങളെ, എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ? സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കണോ? ദീനുണ്ടാവണം. നിങ്ങൾക്കുള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണോ ആവശ്യം? ദീനുണ്ടാവണം. നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധിയിലും നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഖദീജ ബീവി പ്രവാചകനെ ചേർത്ത് വെച്ചതുപോലെ നിങ്ങൾക്ക് സമാധാനം കിട്ടണോ? ദീനുണ്ടാവണം. കൺകുളിർമ മക്കൾ നിങ്ങൾക്കുണ്ടാവണോ? നിങ്ങൾക്ക് ദീനുണ്ടാവണം. ഉപ്പ, അത് വേണ്ട ഉപ്പ, എനിക്കതിനാവശ്യമില്ല ഉപ്പ, ഞാൻ അവിടെ പോകൂല, ഞാനത് ചെയ്യൂല, ഉപ്പയുടെ ഇഷ്ടമില്ലാത്തൊരു കാര്യവും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദീനിന് പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ ചെയ്യും. ഞാൻ നമസ്കരിക്കുന്നവളാണ്, ഞാൻ ഒരിക്കലും പ്രേമിക്കുകയില്ല, ഞാൻ മോശമായി ജീവിക്കുകയില്ല, ലിബറൽ ചിന്താഗതിയുടെ പിന്നാലെ പോവുകയില്ല എന്ന് ഓരോ മക്കളും ഇന്ന് മോശമായ ഒരു അധാർമികതയിലേക്ക് പോകുമ്പോഴും മക്കൾ വന്നിട്ട് ഉപ്പയോടും ഉമ്മയോടും മനോഹരമായ കൺകുളിർമയുള്ള വാക്ക് പറയണമെങ്കിലും ദീനുണ്ടാവണം. ഇവിടെ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി എന്താണെന്ന് അറിയുമോ? എന്താ പ്രതിസന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
പറഞ്ഞാൽ ഞാൻ നല്ല കുടുംബത്തിലാണ്, ദീനുള്ള കുടുംബമാണ്, നമസ്കരിക്കുന്ന കുടുംബമാണ്, ഖുർആൻ പഠിക്കുന്ന കുടുംബമാണ്. ഈ കുടുംബത്തിലേക്ക് ഇന്ന പെൺകുട്ടി കയറി വന്നാൽ, ഇന്ന ചെറുപ്പക്കാരൻ കയറി വന്നാൽ അവൻ ശരിയാകുമെന്നാണ് പ്രത്യേകമായിട്ട് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കാറുള്ളത്. ആ കുട്ടിക്ക് നല്ല സൗന്ദര്യമുണ്ട്, ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ആ കുട്ടി നല്ല തറവാടിത്തമുണ്ട്, അതുകൊണ്ട് ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നാൽ ദീനൊക്കെ ശരിയായിക്കോളും. ഇപ്പൊ ഡ്രസ്സിന്റെ വിഷയത്തിലൊക്കെ പ്രശ്നമുണ്ട്, ഇപ്പൊ ചെറിയ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയായിക്കോളുമെന്ന് ചിന്തിക്കുന്നവരോട്, അതൊക്കെ നേരെയാകുമെന്ന് ചിന്തിക്കുന്നവരോട് നേരെയാകൂല എന്നതൊന്നുമില്ല. പക്ഷെ അവിടെയും ഞാൻ പറയുന്നു 90% നേരെയാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നൽകിയ ആയത്തും നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താപ്പയുടെ അടുക്കലേക്ക് പ്രവാചകന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കണമെന്നായിരുന്നു. നമ്മളൊക്കെ എത്രയോ കേട്ട ആയത്താണ്, എത്രയോ കേട്ട ഹദീസാണ്, എത്രയോ കേട്ട സംഭവമാണ്. പ്രവാചകൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു അബൂ താലിബ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ. കാരണം അത്രമാത്രം പ്രവാചകനെ സംരക്ഷിച്ച, പ്രവാചകന് താങ്ങും തണലുമായി ജീവിച്ച, പ്രവാചകന്റെ ജീവിതത്തിൽ ഉപ്പയുടെ സ്ഥാനം കൊടുത്ത, അത്രമേൽ പ്രവാചകനെ ഇഷ്ടപ്പെട്ട അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അവസാന സന്ദർഭത്തിൽ പോലും അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു മൂത്താപ്പ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്ക്, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് അബൂ താലിബിന്റെ അടുക്കലേക്ക് പോയി പറഞ്ഞിട്ട് പോലും അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചില്ല. അങ്ങനെ തന്നെ മരിച്ചു. പ്രവാചകന്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരയായി ഒഴുകി. പ്രവാചകൻ വല്ലാത്ത സങ്കടത്തിലായി. ഈ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുന്നത്. ഇന്നക ലാ തഹ്ദി 28-ാമത്തെ അധ്യായം സൂറത്തുൽ ഖസസിന്റെ 56-ാമത്തെ ആയത്ത്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. താങ്കൾക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് പറഞ്ഞു കൊടുക്കാം, മാർഗദർശനം പഠിപ്പിച്ചു കൊടുക്കാം, കൃത്യമായ ഖുർആനും ഹദീസും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം, ഈ ദുനിയാവിന്റെ ലക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുക്കാം. മരണമാകുന്ന വാതിലിലൂടെ കടന്ന് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. പക്ഷെ പ്രവാചകരെ ഒരിക്കലും താങ്കൾക്ക് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധ്യമല്ല. ഹിദായത്ത് നൽകേണ്ടത് അല്ലാഹുവാണ്. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അവൻ ഹിദായത്ത് നൽകുകയുള്ളൂ എന്ന ആയത്ത് ആരോടാ പറയുന്നത്? എന്റെ വീട്ടിലേക്ക് വന്നാൽ അവൾ ശരിയായിക്കോളുമെന്ന് ചിന്തിക്കുന്നവരോട്, അങ്ങനെ പറയുന്നവരോട്, അങ്ങനെ അഭിപ്രായം പറയുന്നവരോടാണ് ഈ ആയത്ത്. റസൂലിനോടാ പറയുന്നത്. ഇല്ല, താങ്കൾക്കൊരിക്കലും ഹിദായത്തിലാക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പം ഈ ആയത്ത് വെച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ഒരു ചർച്ചകൾക്കിടയിൽ ആയത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു സന്ദർഭത്തിൽ ഈ ആയത്ത് ആരെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ആഴ്ചകൾ എത്രയോ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതിസന്ധി അനുഭവിച്ച് വിവാഹം കഴിച്ചെല്ലാം നഷ്ടത്തിലായി, ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി എത്രയെത്ര കേസുകളാണ് വരുന്നതെന്നറിയുമോ? അത് ആ സംഭവിക്കുന്നതോടുകൂടി ആ മാതാപിതാക്കൾക്ക് ആ ദാമ്പത്യത്തിലെല്ലാം തകർച്ച സംഭവിക്കുമ്പം അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? അവർക്കുമൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാമായിരുന്നില്ലേ? അവർക്കുമൊന്ന് ചിന്തിച്ചൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാമായിരുന്നില്ലേ? ശരിയാണ്, മാർഗദർശനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞപ്പോൾ ദുനിയാവിന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഞാൻ വിവാഹം കഴിക്കുന്ന എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ആഖിറത്തിലേക്ക് വരെ നീണ്ടുപോകുന്ന മനോഹരമായ ഒരു ജീവിതമാണ് ദാമ്പത്യം എന്നുള്ളത്.
ഇന്നത്തെ യുവതലമുറ മറന്നുപോയിട്ടുണ്ട്. അല്ല, എന്റെ ഭാര്യ എന്നതല്ല, എന്റെ ഭർത്താവ് എന്നതല്ല, എന്റെ കുട്ടിയുടെ ഉമ്മയാണ്, എന്റെ കുട്ടിയുടെ ഉപ്പയാണ്. മോളെ നീ നമസ്കരിക്കണമെന്ന് പറയുമ്പം ഉപ്പ പോയി നമസ്കരിക്കുക എന്ന് പറയേണ്ട ഒരു അവസ്ഥ പറയേണ്ടി വരാത്ത ധീരില്ലാത്തൊരു ഉപ്പയല്ല ഉണ്ടാവേണ്ടത്. നല്ല ധീരുള്ള ഉപ്പയുണ്ടാവണം, നല്ല ധീരുള്ള ഉമ്മയുണ്ടാവണം. അഥവാ ദീന് സെലക്ട് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഒരു ചെറുപ്പക്കാരൻ ഒരേ കരച്ചത്. ഇതൊക്കെ അറിയായിരുന്നു, ഇതൊക്കെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ വേണ്ട 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 എന്ന് പറഞ്ഞിട്ടും അവരുടെ സൗന്ദര്യമൊക്കെ കണ്ടപ്പോ ഞാനങ്ങോട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതേ ഓർമ്മയുള്ളൂ. ഒരു മനോഹരമായ ഒരു മധുരം, ഒരു മധുരം ഈ പറയുന്ന സെക്കൻഡ് വരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ഒരാളല്ല, എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടൊക്കെ എനിക്ക് എന്നോട് പറയാം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ആകെ അടങ്ങാറായി, എല്ലാം കൂടി കുടുങ്ങിയല്ലോ എന്ന് വിചാരിച്ചു. ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം കല്യാണം കഴിക്കുന്നവരോടും വിവാഹം കഴിപ്പിക്കുന്നവരോടും വിവാഹം കഴിച്ചവരോടും കുടുങ്ങി നിൽക്കുന്നവരോടും ഒക്കെ പറയാനുള്ളത്, ദീൻ ഇനിയും പഠിക്കാൻ സമയമുണ്ടേ, ഇനിയും അതന്നെയാണ് പരിഹാരം. ഒരിക്കലും നന്നാവുകയില്ല എന്ന് വിചാരിച്ച ഏറ്റവും മോശമായി ജീവിച്ചൊരു ഒരു നാട്ടിലേക്കാണ് ഖുർആനിന്റെ അവതരണം. അല്ലെ, ജാഹിലിയ കാലഘട്ടം എത്രയോ പറഞ്ഞു കേട്ട സംഭവമല്ലേ. ഇപ്പൊ നമ്മൾ അവരുടെ പേര് കേൾക്കും, എന്താ പറയാ, ഉമർ എന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പേര് കേട്ടാൽ ആർക്കും ദേഷ്യായിരുന്നു, എല്ലാവർക്കും വെറുപ്പായിരുന്നു. ഉമറിനെ കാണും എല്ലാവർക്കും പേടിയായിരുന്നു. അത്ര ആ ഒരു അവസ്ഥയിലായിരുന്നു ഉമർ ജീവിച്ചിരുന്നത്. ഹംസ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ സ്വഹാബത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ആ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ മാത്രം ഉന്നതമായ ഒരു അവസ്ഥയിലെത്തിയത് ദീന് മനസ്സിലാക്കിയത് കൊണ്ട്, ദീന് പഠിച്ചത് കൊണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, ഒരു തലമുറയുടെ, ഒരു സമൂഹത്തിന്റെ ഒരു വലിയ നിർമ്മിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് പറയുന്നത്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു നിസാഇഹാ മറിയം വഖൈറു നിസാഇഹാ ഖദീജ. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഖൈറു നിസാഇഹാ മറിയം, ദുനിയാവിലെ ഏറ്റവും നല്ല സ്ത്രീ, ദുനിയാവിലെ ഏറ്റവും നല്ല സ്ത്രീ മറിയം റളിയല്ലാഹു അൻഹയാണ്. നിങ്ങൾക്ക് ഹീറോ കാണണോ? നല്ലൊരു പെണ്ണിനെ കാണണോ? നല്ലൊരു പെണ്ണിനെ കൂടി കുറിച്ച് പഠിക്കണോ? മറിയമിലേക്ക് നോക്കണം. അതുകൊണ്ട് ആ ഖുർആനിൽ 19-ാമത്തെ അധ്യായം സൂറത്ത് മറിയം എന്ന്, ആ മറിയമിന്റെ കുടുംബമാണ് 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇമ്രാൻ, ഇമ്രാനിന്റെ കുടുംബം. രണ്ട് സൂറത്തുകൾ തന്നെ എന്തിനാ പഠിപ്പിച്ചത്? മറിയമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു പെണ്ണിനെ കുറിച്ച് അറിയാൻ. എന്തിന് പ്രവാചകൻ പറഞ്ഞു, ഈ സമുദായത്തിലെ ഏറ്റവും നല്ല ഖൈറായ പെണ്ണ് ഖദീജയാണ്. ഖദീജ, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. എത്ര കേട്ടു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു മനോഹരമായൊരു വാക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് വന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുമോ? നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഖദീജയുടെ മറുപടി എത്ര മനോഹരമാണ്. അത് പഠിക്കണം, അതറിയണം. ആരാണ് ഖദീജ എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുക. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ എന്ന് പറയുന്ന
ഈ ലിബറൽ ചിന്താഗതിയുടെ പിന്നാലെ പോകുമ്പോഴേ പിന്നെ പാറി നടക്കേണ്ടി വരും, വേറൊന്നും ഉണ്ടാവൂല. നല്ലൊരു മക്കളെ കിട്ടൂല. മരണപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാൽ എന്റെ ഉമ്മച്ചിയാണ് അല്ലാഹുവേ, എന്റെ ഉമ്മച്ചിയാണ് അല്ലാഹുവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആരുണ്ടാവൂല. കുറെ ആൾ ചോദിക്കാറുണ്ട്, മരിച്ചിങ്ങനെ കൊണ്ടുപോയി കിടത്തിയതിനു ശേഷം ഇക്കാക്കമാരും ഉമ്മമാരും പലരും ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ചോദിക്കാറുണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ, മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയട്ടെ, മരണപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മരണപ്പെടുന്നതിന് മുമ്പ് നല്ല മുത്ത് മണി പോലെയുള്ള മക്കളെ നമ്മൾ എന്ത് ചെയ്യാ, വളർത്തിക്കൊണ്ടുവരിക. നല്ല ദീനുള്ള, സമൂഹത്തിന് മാതൃകയുള്ള നല്ല മക്കളാക്കി വളർത്തിയാൽ അവരിൽ നിന്ന് കിട്ടുന്നൊരു പ്രതിഫലം ഉണ്ടല്ലോ. ഖബറിലൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏടുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവർ രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം എല്ലാം 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 അത്രമേൽ നമുക്ക് ലാഭം കൊയ്യുന്ന വേറെ ഒരു സംഭവം ഈ ദുനിയാവിലില്ല. അതിനെന്ത് വേണം? തുടക്കം തെരഞ്ഞെടുപ്പ് നന്നാവണം. എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ മാർഗദർശനം നമ്മൾ പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കണം. ജീവിതത്തിൽ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഞാൻ എന്തായാലും ഇങ്ങനെയായി, ഇനിയിപ്പോ എങ്ങനെയാ മുന്നോട്ട് പോവുക, ഇനിയിപ്പോ ഞാനൊക്കെ നന്നായി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഓ നന്നായി എന്നൊക്കെ പറഞ്ഞ പരിഹസിക്കൂലെ, കളിയാക്കൂലെ. കളിയാക്കട്ടെ. നിസ്കരിക്കാത്ത ഒരാള് പള്ളിയിലേക്ക് വരുമ്പം ഓ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇനി ഞാൻ നിസ്കരിക്കുന്നില്ല, എന്തേ നിസ്കരിക്കാത്ത? ഓ കളിയാക്കിക്കോട്ടെ. ദുനിയാവില് പരിഹസിക്കുന്നവർക്ക് പരലോകത്ത് വമ്പിച്ച പ്രതിഫലങ്ങൾ. അറിവ് നേടുക, നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക, ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും. 6000 ചില്ലാനം ആയത്തുകളില്ലേ ഖുർആനിൽ? 6000 ചില്ലാനം ആയത്തുകൾ. എത്ര വാട്സപ്പിൽ കയറി നോക്കി, എത്ര റീൽസുകൾ നോക്കി, എത്ര ചെറിയ ചെറിയ വീഡിയോസുകൾ കണ്ടുകൊണ്ടേയിരുന്നു, എത്ര ഗെയിം കളിച്ചു, എത്ര സമയത്തിന്റെ പിന്നാലെ പോയി. 6000 ചില്ലാനം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് എത്ര വർഷമായി? ജനിക്കുമ്പോഴേ ഖുർആൻ ഉണ്ടായിരുന്നില്ലേ വീട്ടില്? നമ്മുടെ മൊബൈലൊക്കെ ഖുർആൻ ഉണ്ടായിരുന്നില്ലേ? ആ ആയത്തുകളെല്ലാം എന്റെ റബ്ബിനോട് സംസാരിക്കുകയില്ല, അള്ളാഹു നമ്മളോട് സംസാരിക്കുകയല്ലേ. നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുതട്ടോ, നിനക്ക് ഇങ്ങനെ സമാധാനം വേണോ, നിനക്ക് ജീവിതത്തിൽ സന്തോഷം വേണോ, ഒക്കെ അതിലില്ലേ? ആ ആയത്തുകളൊന്ന് പഠിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും അതിന്റെ ആശയം അറിച്ച് മനസ്സരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഈ ഉള്ളവൻ ഒന്നര വർഷം ഇവിടെ ക്ലാസ് എടുക്കുന്നു. സൂറത്ത് ത്വാഹ കഴിഞ്ഞു, സൂറത്തുൽ ജിന്ന് കഴിഞ്ഞു, പല ക്ലാസ് കഴിഞ്ഞപ്പോൾ സൂറത്തുൽ ഹജ്ജിലേക്ക് പ്രവേശിച്ചു. 11 ആയത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയും എത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഖുർആനിന്റെ ആയത്തുകളൊക്കെ നമുക്ക് അത്രമേൽ നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന വേറെ ഒരു പരിഹാരവും ലോകത്തില്ല. ഖുർആൻ പറഞ്ഞത് കേട്ടോക്കി, ഖുർആനിന്റെ ആയത്തുകളൊന്ന് കേട്ടോക്കി. കരയുന്ന കുട്ടികൾക്ക് മുമ്പിൽ ഖുർആൻ ഒന്ന് പാരായണം വെച്ച് നോക്കിയേ. പ്രയാസം അനുഭവിക്കുന്ന, ടെൻഷൻ അടിക്കുന്നവർക്ക് മുമ്പിൽ ഒന്ന് ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊടുത്തു നോക്കിയേ. വേദന അനുഭവിക്കുന്ന മുമ്പിൽ അവർക്ക് വേണ്ടി ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് നോക്കിയേ. എന്തൊരു സമാധാനം എന്നറിയോ? ഇന്നലെ ഒരു വീട്ടിൽ പോയി, ആ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആ വീട്ടിലുള്ള മകനക്ക് വേണ്ടി വെച്ചു കൊടുത്തത് സിനിമയാ. സിനിമ വെച്ച് മോനെ നീ പോയി സിനിമ കണ്ടോളി, ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ. കുറച്ച് ബുദ്ധിക്ക് കുറവുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്കെങ്ങാനും ഖുർആനെങ്ങാനും അന്ന് മുതലേ കേൾപ്പിച്ചിരുന്നെങ്കിൽ എത്ര വലിയ പുരോഗതിയിൽ ആ കുട്ടി എത്തിയിട്ടുണ്ട്. എത്ര വലിയ ഇപ്പൊ ആ കുട്ടിയുടെ മനസ്സിലൊക്കെ, ബുദ്ധി കുറവുള്ള കുട്ടിയുടെ മനസ്സിലേക്ക് മടിച്ചു കയറ്റുന്നത് എന്താ? ഈ ഗെയിമും ഈ റീൽസും ഈ മൊബൈലിന്റെ വേണ്ടാത്തരങ്ങൾ. ഈ ഖുർആനൊന്ന് കേട്ടിരുന്നെങ്കിൽ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കേറാൻ കുറച്ച് പണി, അതിന് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ത്വയ്യിബ. പ്രവാചകൻ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ധന്യമായൊരു ജീവിതം നാം ഉണ്ടാക്കുക. ദുനിയാവൊക്കെ നമുക്കുണ്ടാകും. അതൊക്കെ അള്ളാഹു കണക്കാക്കിയത് മാത്രമേ കിട്ടുള്ളൂ, കൂടുതലൊന്നും കിട്ടൂല എന്ന് മനസ്സിലാക്കുക. ഖുർആനും ഹദീസൊക്കെ കൃത്യമായി പഠിച്ച എല്ലാ മേഖലയിലും നമുക്ക് രക്ഷപ്പെടാനും സമാധാനവും ഉണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അല്ലാഹു അവരുടെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ക്ഷമ വേണം. അല്ലാഹു അവർക്കെല്ലാം നല്ല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട്. അല്ലാഹു അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളായ ആളുകൾ പല സ്ഥലങ്ങളിലും വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്, വീടൊന്നുമില്ലാതെ കുടുങ്ങി ശക്തമായ പ്രതിസന്ധിയിൽ ചെയ്യുന്ന അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകണേ റഹ്മാനെ. അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. അവർക്കെതിരെ നിന്ന് എല്ലാ തന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ കൂടെയുള്ള പലരും, നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ പലരും അല്ലാഹുവേ ഖബറിലാണ്. അല്ലാഹുവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യനായിരുന്നു എന്ന് ആത്മാർത്ഥമായി പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.